കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് മോഡ്യൂൾ 4. മോഡ്യൂൾ 4 പ്രധാന ടോപ്പിക് ആപ്ലിക്കേഷൻ ലെയറാണ്. ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ സർവീസസ്, അതിൽ വരുന്ന രണ്ട് മോഡലുണ്ട്. പാരഡിഗ്സ് എന്ന് പറയും, ക്ലയൻറ്റ് സെർവർ ആൻഡ് പിയർ ടു പിയർ മോഡൽ. ദെൻ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളിൻ്റെ ഫീച്ചേഴ്സ്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറാണ്. ഒരു യൂസറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് വരുന്ന ലെയർ കൂടിയാണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിൻ്റെ രണ്ട് മെയിൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പാരഡിഗ്സ് അല്ലെങ്കിൽ ഡയഗ്രാം, ക്ലയൻറ്റ് സെർവർ ആൻഡ് പിയർ ടു പിയർ മോഡലാണ്. ക്ലയൻറ്റ് സെർവർ മോഡലിൽ ഒരു സെർവറും നമ്പർ ഓഫ് ക്ലയൻറ്റ്സും ഉണ്ടായിരിക്കും. ഈ ഒരു ഡയഗ്രാമിന് വേണ്ടി പഠിക്കേണ്ടത്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ക്യാരക്ടറൈസിസ് ഒക്കെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെർവർ ആയതുകൊണ്ട് സെൻട്രലൈസ്ഡ് ആയിരിക്കും, സെക്യൂരിറ്റി ഉണ്ട്, പെർഫോമൻസ് കൂട്ടാം, സ്കെയിലബിലിറ്റി ഉണ്ട്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെർവർ ബേസ് ചെയ്തിട്ടാണ് ഒരു ആർക്കിടെക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെർവറിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചാൽ ടോട്ടലി ആ ഒരു നെറ്റ്വർക്കിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ട്രാഫിക് കൺജഷൻ ഉണ്ടാവാം. നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് കൂടുമ്പോൾ സിഗ്നൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു കൺജഷൻ ഫീൽ ചെയ്യാം. അതുപോലെ റോബസ്റ്റ്നെസ് ഓഫ് ദ നെറ്റ്വർക്ക് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഡൗൺ ആവാം, ടൈം കൂടുതലെടുക്കാം. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. ചെറിയ ഇഷ്യൂ ഉണ്ടായി അതൊക്കെ ട്രാൻസ്മിഷൻ എഫക്റ്റ് ചെയ്യും. അതുപോലെ റിസോഴ്സ് എക്സിസ്റ്റൻസ്, നമ്മൾ സെർവർ സെറ്റ് ചെയ്തു, ആ സെർവറിലേക്ക് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ആ ക്ലയൻറ്റ് അവിടെ എക്സിസ്റ്റഡ് ആയിരിക്കണം, ഇല്ലാതെ നമുക്ക് ആ ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ക്ലയൻറ്റ് അവിടെ പ്രസൻ്റ് ആണോ എന്ന് അറിയണം. ഇതെല്ലാം അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഡ്രോബാക്ക് ആണ്. നെക്സ്റ്റ് വരുന്ന ആർക്കിടെക്ചറാണ് പിയർ ടു പിയർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ P2P ആർക്കിടെക്ചർ എന്ന് പറയും. P2P ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേക ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് ഒന്നുമില്ല. അതായത് ഒരു പ്രത്യേക സെർവർ ആയിട്ട് ആരും ഒന്നിനെയും കൺട്രോൾ ചെയ്യാനില്ല. എല്ലാ ഡിവൈസസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാവരും പരസ്പരം കണക്ട് ആയിരിക്കും, എല്ലാവരും ഡാറ്റാസ് ഷെയർ ചെയ്യാം. ഒരു ഷെയറിങ് റിസോഴ്സസ് ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഏതൊക്കെ ഡിവൈസസ് ആണോ ഡാറ്റ ഷെയർ ചെയ്യേണ്ടത് അവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് സെൽഫ് സ്കെയിലബിലിറ്റി, കോസ്റ്റ് എഫക്റ്റീവ്. ഇത്രയാണ് ഈ ഫസ്റ്റ് വീഡിയോയിൽ ടീച്ചർ ഇട്ടിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ലെയർ ആണ്, 4th മോഡ്യൂളിൻ്റെ ക്ലാസ് ആണ്. താങ്ക് യു.